അപ്പൊ ഗൈസ് ഈ 5:38 ഞാനിന്ന് വീട്ടിൽ പോകാൻ നിൽക്കുന്നത് ഇന്ന് നമുക്കൊരു നോമ്പറുണ്ട്. അത് നമ്മുടെ മഞ്ഞപ്പടയുടെ ഇന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി സുഫാൻക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരാളെ കാത്തിക്കാണ് ഇപ്പൊ ഞാൻ. അനക്കെന്നും ഈ ഒരു ഷർട്ട് തന്നെ ഉള്ളൂ എന്നുള്ള കമന്റ് ആയിട്ട് ആരും വരണ്ട. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ഇന്ന് ഈ ഷർട്ട് ഉണ്ടായത്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഷർട്ട് എടുത്തോളൂ. അപ്പൊ സുഫാൻ ഖാനെ കാത്തുക്കുമ്പോഴാണ് നമ്മളെ കണ്ടിന്റെ മുന്നിൽ തന്നെ ഒരു ആക്സിഡന്റ്. അസേരം ചെറുതായിട്ട് റിവേഴ്സ് എടുത്താ സ്വിഫ്റ്റിന്റെ ബോണറ്റ് എന്തായാലും മയ്യത്തേക്ക് മഞ്ചേരി നിന്ന് തിരിഞ്ഞു പറഞ്ഞിട്ട് അരമണിക്കൂറിന്റെ പോസ്റ്റ് ഇട്ട് സുഫാൻക്ക് എന്തായാലും ഇവിടെ എത്തിക്കണം. ഇതാണ് നമ്മളെ സുഫാൻക, മഞ്ഞപ്പടയുടെ ആദ്യത്തെ ഗ്ലോബൽ പ്രസിഡന്റ് ആണ് മൂപ്പരാള്. സോലിയത്തായ ഒരു മനുഷ്യനാണ്, തൊപ്പി കെട്ടുന്നത്. ഈ റെസ്റ്റോറന്റിലാണ് നമ്മളിന്ന് മഞ്ഞപ്പടയുടെ നോമ്പറ സെറ്റ് ചെയ്ത്. റെസ്റ്റോറന്റിന്റെ പേര് കൊള്ളാലോ, കഫേ കൊളായി. കഫേ കൊളായി. ഇവനക്ക് എന്തോ പറയാണ്ടോ, ഒന്ന് കേട്ടോക്കി. നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചും ഇവന്റെ കാലിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. സത്യത്തിൽ എനിക്കൊരു കുഴപ്പമില്ല, മണിക്കോവാതിരിക്കാനുള്ള ഉടായ്പാണ്. ഇത് സാബിത്ത് സെലിബ്രിറ്റി ബ്ലോഗറാണ്. സംഭവം കഫേ കൊളായി കൊള്ളാം. ഏതാ ആംബിയൻസ് നോക്കി. നമ്മളതിന്റെ മുകളിലായിരുന്നു സീറ്റിംഗ് എടുത്തിരുന്നു. മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ പാടെ ചുട്ടി കൂട്ടി ഉടനെ വന്നി. ഇവരെ ഞാൻ എവിടെയോ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് MCT നമ്മുടെ ശകലം ബ്ലോഗ് ടീമേ. ഇവരൊപ്പം ഞാൻ ഒരു കിടിലൻ ട്രിപ്പ് പോയിട്ടുണ്ട്. അതൊക്കെ മറക്കാൻ പറ്റുമോ? ബാക്ക് ടു ദ പോയിന്റ്. ഈ ഇളിച്ചുകൊടുത്ത ഇവന്റെ ജൂനിയർ ആണ്, പ്രായം കൊണ്ടും കോളേജിലും. പക്ഷെ തീരെ ബഹുമാനില്ല. കാരണം കണ്ടോളി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ശേഷേ നമ്മൾ ചർച്ചാ വിഷയത്തിൽ നിന്നും വ്യതിചരിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ ചർച്ചാ വിഷയം ഫുഡ്. എന്തെല്ലാം വെറൈറ്റി ഫുഡുകൾ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തന്നെ അറിയില്ല. അതെ, ആളെ കിട്ടിക്കണു. ഇവനാണ് നോമ്പിന് തുറക്കുന്ന ഹോട്ടലുകളുടെ ഗ്രൂപ്പ് അഡ്മിൻ. ഇതാണ് സർപ്പുച്ച, മഞ്ഞപ്പടയുടെ ഇപ്പത്തെ ഗ്ലോബൽ പ്രസിഡന്റ്. പക്ഷെ ആളുടെ കയ്യം കെട്ടാൻ പോണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ ടേബിളാണ് പോർക്കളത്തിലെ യുദ്ധഭൂമി. അവിടെ ഇരുന്നാ ഒന്നും നിന്നാൻ കിട്ടൂല. അപ്പൊ നമ്മളെ നൈസായിട്ട് ബുദ്ധി കളിച്ചു. ഇപ്പുറത്തെ ടേബിളുമ്പോൾ കുട്ടികളുണ്ട്. ഓലിയുടെ വന്നിരുന്നു. അടുത്ത സീറ്റിൽ ആളില്ല. ആ ഫ്രൂട്ട്സും നമുക്ക് ലാഭമായി. നമ്മളെ പ്രതീക്ഷകളൊക്കെ കുട്ടികൾ തെറ്റിച്ചുട്ടോ. ഓലും നല്ല ബോളിംഗ് ആണ്. പലരുടെയും കണ്ട് ഞങ്ങളുടെ ടേബിളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളുടെ വിട്ടെടുക്കണു. ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഷജീർക്കും ജിയൊക്കെ ഡയറ്റിലായതുകൊണ്ട് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഓല് പറയുന്നത്. നല്ല കാച്ചാണല്ലോ. ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. ഇവര് വരുന്നത് സ്ലോ മോഷനിൽ കൊടുക്കണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഫാൻ ഖാന്റെ സെർച്ച് ഹിസ്റ്ററി എന്തോ കണ്ടുവന്നോ, കയ്യിലെ ഇരിപ്പ് ശരിയല്ലാന്നോ അങ്ങനെ എന്തൊക്കെ ഇവര് പറയണ്ടേ, എനിക്കറിയില്ലേ. നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോ എടുത്ത് നമ്മൾ ബിരിയാണി. ബൈ ബൈ ഗൈസ്, സീ യു ടുമോറോ.